2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ. ഒരു തവണ കലാപ്രതിഭ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഹലോ ഹായ്, ദിസ് ഇസ് ആൻസി ജോൾസിയർ. ഇതാണ് എൻ്റെ എത്രാമത്തെ പടം? എത്രാമത്തെ ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് കൂഴാലി പടത്തിൻ്റെ സെറ്റാണ് ഇതൊക്കെ. ഇത് നമ്മുടെ അഖില ചേച്ചി ആൻഡ് നിൽക്കുന്ന വൈറ്റ് പ്രൊഡ്യൂസ്. ഇത് നമ്മുടെ കോ ആക്ടേഴ്സ്, പിന്നെ നമ്മുടെ ക്രൂ. തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇനിയിപ്പോ എന്താ അതിന്റെ അടുത്ത പരിപാടി സഹു? അയ്യോ പാവം, ഒരു കൊച്ചിനെ കണക്കിരിക്കുന്നില്ല ഞാന്. പിന്നെ ലൊക്കേഷനിൽ ഫ്രീ ടൈമിൽ ഞാൻ ചെറിയ റീലൊക്കെ നമ്മൾ എല്ലാവരും കൊണ്ടങ്ങ് എടുപ്പിക്കും. പിന്നെ ഏറ്റവും ടഫായിട്ടുള്ള സാധനം ഈ ഒരു കശുവണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചു. വലിയ പാടൊന്നുമില്ല, നമ്മൾ പഠിച്ചെടുത്താൽ ഭയങ്കര. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരും. പക്ഷെ കഴിച്ചാൽ അപ്പം അടി കിട്ടും. പിന്നെ ഇത് നമ്മുടെ സ്പോട്ട് എഡിറ്റർ, ആൾ സുന്ദരനാണെങ്കിലും സുന്ദരനാണ്. പിന്നെ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ വന്നിട്ട് മക്കളെ ഞങ്ങളെ എടുത്തൊന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ആർട്ടാണോ? യെസ്, ആർട്ട്. നമ്മുടെ ഫിക്രു ആളൊരു മാന്യനാണ്. പിന്നെ എഗെയിൻ നമ്മുടെ അസോസിയേറ്റ് ചീഫ് സീൻ. അവിടെ പിന്നെ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ കാഷ്വൽ ഫാക്ടറി തന്നെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുടെ ഫുഡാണ് നമ്മൾ കഴിച്ചത്. അതായത് അവർ വീട്ടിൽ നിന്ന് രാവിലെ ഉണ്ടായിക്കൊണ്ടുവന്ന ഫുഡ്. നൊസ്റ്റ് പരിപാടിയായിരുന്നു. കാരണം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് ഫുഡ് കഴിക്കത്തില്ല, ആ ടേസ്റ്റായിരുന്നു. ഇവരൊക്കെ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചത് ആ ഫുഡായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ മഹേഷ് ഏട്ടൻ, സീൻ മനുഷ്യൻ. ഇങ്ങനൊരു ഡയറക്ടറിനെ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഒന്നുമില്ല, ഒന്നും ബാക്കിയില്ല. കംപ്ലീറ്റ് തീർന്നു. പറയാലോ, തീർച്ചയായും.